എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഐലൻഡിലേക്കാണ്. നമ്മൾ പോകുന്ന ഐലൻഡിൻ്റെ പേരാണ് ആറൻമോർ ഐലൻഡ്. ഇത് അയർലൻഡിലെ കൗണ്ടി ഡൊണീഗലിലാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബർട്ടൺ പോർട്ട്. ഇവിടെ നിന്നാണ് നമുക്ക് ആറൻമോറിലേക്കുള്ള ഫെറി ഉള്ളത്. ഈ മുന്നേ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റാണ്, ഇൻക്ലൂഡിങ് നമ്മൾ പോകുന്ന വണ്ടിയുടെയും കൂടെ. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് ഞങ്ങൾ അരമണിക്കൂർ മുന്നെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ പിന്നെ ബർട്ടൺ പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കഫേയിൽ കയറി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വോളിൽ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു പെയിൻറ്റിങ് ഞങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ തലങ്ങും വിലങ്ങും കുറേ ഫോട്ടോസ് അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്പം മുന്നോട്ട് പോയി ഈ ഭാഗത്തുള്ള കുറേ കടകളൊക്കെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കയറുന്നത് ദ പോർട്ട് എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പിലേക്കാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് വിൻഡോ സൈഡിൽ. അപ്പോൾ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് പോയി നോക്കാം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആദ്യമേ കയറി ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ഫാൻസി ബാഗ്സ് ഉണ്ട്, പിന്നെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, ക്രാഫ്റ്റ് വർക്ക്സ് ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തെല്ലാം കയറി ഒരുപാട് സമയം ചിലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ഫെറിയുടെ ടൈം ആയിട്ടുണ്ടെന്ന്. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞാൻ നടന്ന് മുന്നോട്ട് പോവുകയാണ്, ആ ഫെറി പോയിന്റിലേക്ക് നടക്കുവാണ്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നടന്ന് മുന്നോട്ട് പോവാം. ഇവിടെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ ഇവിടെ ഇട്ടിട്ട്. ഫെറിക്കാണ് കുറേ ആൾക്കാർ ഐലൻഡിലേക്ക് പോയിട്ടുള്ളത്. നമ്മുടെ വണ്ടി കൊണ്ടാവുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് നടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ആറൻമോർ കാർ ആൻഡ് പാസഞ്ചർ ഫെറി സർവീസ് തുടങ്ങിയിട്ട് 30 വർഷത്തിലേറെ ആയിട്ടുണ്ട്. ഇവരൊക്കെ ഫുള്ളി സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ സ്റ്റാൻഡേർഡിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വളരെ സേഫാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പാണ്. സ്റ്റാഫ്സൊക്കെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ട്രിപ്പാണ് ആറൻമോറിലേക്കുള്ള ഫെറി യാത്ര. സ്പെഷ്യൽ നീഡ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർ വേണ്ട എല്ലാ സഹായവും ചെയ്തിട്ടാണ് അവർ ഈ ട്രിപ്പ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ടിക്കറ്റുകൾ ഇവിടെ ഓൺലൈനായി അല്ലെങ്കിൽ ബർട്ടൺ പോർട്ട് പിയറിലുള്ള ഇവരുടെ ബുക്കിംഗ് ഓഫീസിൽ നിന്നോ വാങ്ങിക്കാവുന്നതാണ്. പക്ഷേ സമ്മർ ടൈമിൽ നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. സമ്മർ ടൈമിൽ വളരെ തിരക്കായിരിക്കും. നമുക്ക് പോകാനുള്ള ഫെറി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ആറൻമോറിൽ നിന്നുള്ള യാത്രക്കാരെ ഇറങ്ങിയതിന് ശേഷം നമ്മൾക്കുള്ള ഊഴം വന്നിരിക്കുകയാണ്. നമ്മളുടെ വണ്ടിയാണ് രണ്ടാമതായിട്ട് കയറുന്നത്. ഫെറിയിലുള്ള സ്റ്റാഫിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മളുടെ കാർ സേഫ് ആക്കിയതിന് ശേഷം ഫെറിയുടെ 1ാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അവിടെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്.
നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 20 തൊട്ട് 30 മിനിറ്റ് വരെയാണ് ക്രോസിങ്ങിന് ടൈം എടുക്കുകയുള്ളൂ. പോകുന്ന വഴി നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളുടെ ഈ യാത്രയ്ക്കിടയിൽ നമുക്ക് ആറന്മുളയിലെത്തുന്നതിന് മുന്നേ ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ സൈഡിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ അവിടെ കുറേ വീടുകളുണ്ട്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടിരിക്കുന്ന വീടുകളുണ്ട്. അവരുടെ യാത്രയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളും ഒക്കെയാണ്. നല്ല രസമാണത് കാണാനായിട്ട്. അപ്പം നമുക്ക് യാത്രയിലേക്ക് പോകാം. യാത്രയ്ക്കിടയിൽ ആറന്മുള ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിൽ പതിവായി വരുന്ന സീലുകൾ, പക്ഷികൾ, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഡോൾഫിനുകളെ, അതുപോലെ ഷാർക്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മുടെ സ്വന്തം ക്യാമറകളിൽ പകർത്താനുള്ള ഒരവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്.
നമ്മൾ ആറന്മുള എത്തിയിരിക്കുകയാണ്. ആറന്മുള ചുറ്റിക്കറങ്ങാനായിട്ട് നമുക്ക് ഇലക്ട്രിക് ബൈക്സും വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. 2022 പോപ്പുലേഷൻ കണക്കനുസരിച്ച് ആറന്മുള ഐലൻഡിലെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 500 ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറഞ്ഞാലും ഇവരുടെ കൾച്ചർ ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ട് അവർ ഐറിഷ് ലാംഗ്വേജിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ട കടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിശപ്പടക്കിയതിന് ശേഷം കുറച്ച് ഐസ്ക്രീമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. അധികം ആളുകൾ തിങ്ങിപ്പാർക്കാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഇവിടെ താമസ സൗകര്യവും ഇവർ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് B&Bs അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോട്ടേജുകൾ ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ കയറി നമുക്ക് ബുക്ക് ചെയ്ത് നമ്മളുടെ വെക്കേഷൻ ടൈം അനുസരിച്ച് നമുക്ക് ആറന്മുള ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആക്ടിവിറ്റീസിൽ നമുക്കും ഇൻവോൾവ് ആവാൻ സാധിക്കും. അതായത് സീ ആംഗ്ലിംഗ്, സെയിലിംഗ്, കയാക്കിംഗ്, അതുപോലെ വൈൽഡ് അഡ്വെഞ്ചേഴ്സ്, ഡൈവിങ്, ഫിഷിംഗ്, അതുപോലെ തന്നെ ഹൈക്കിംഗ് താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. കാണുന്നതാണ് ആറന്മുളയിലുള്ള ബീവർ ഐലൻഡ് മോണ്യുമെൻറ്റ്. ആറന്മുള ഐലൻഡിന് USA ബീവർ ദ്വീപുമായിട്ട് ബന്ധമുണ്ട്. ആറന്മുളയിലെ ലോഫ് തോയറിൽ ആറന്മുളയും ബീവർ ദ്വീപുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഒരു സ്മാരകം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ട സ്മാരകത്തിന് ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞ് മരിയൻ ദേവാലയമുണ്ട്. ദ്വീപ് വിട്ട് കുടിയേറിപ്പോയ ആറന്മുള ജനതയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മനോഹരമായിട്ട് കൈകൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയമാണിത്. ദേവാലയത്തിന് അടുത്ത് തന്നെയായിട്ട് ഒരു സൈൻ ബോർഡ് ഞാൻ കണ്ടു. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 100 കണക്കിന് വർഷങ്ങളായി ആറന്മുള ദ്വീപിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുടിയേറ്റം. അറ്റ്ലാന്റിക്കിന് കുറുകെ യാത്ര ചെയ്ത പലരും USA ഗ്രേറ്റ് ലേക്സിലെ ബീവർ ദ്വീപിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയ ഓരോ ഫാമിലീസിൻ്റെ നെയിംസും എത്ര പേരായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആറന്മുള ഐലൻഡും USA ബീവർ ഐലൻഡുമായിട്ടുള്ള ഒരു സ്ട്രോങ് ലിങ്കാണ് ഇവിടെ നമുക്ക് അവർ കാണിച്ചു തരുന്നത്.
നമ്മൾ ഇനിയും പോകുന്നത് ആറന്മുളയിലെ ലൈറ്റ് ഹൗസ് കാണാനാണ്. ഐറിഷ് ഹിസ്റ്ററിയിലെ ഒരു പ്രധാന സ്ഥാനം തന്നെ ഈ ലൈറ്റ് ഹൗസിനുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഈ ലൈറ്റ് ഹൗസ് ലോകമഹായുദ്ധ പോസ്റ്റായി ഉപയോഗിക്കുകയും യു ബോട്ടുകൾക്കായി നോക്കാൻ സഹായിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ലൈറ്റ് ഹൗസ് കാണാൻ വന്നപ്പോഴാണ് ഓർത്തത് ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ സ്റ്റെപ്പുകൾ കടലിലേക്കുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റെപ്സ് എവിടെയാണെന്നൊന്നും കാണത്തില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇറങ്ങി പോകേണ്ടത്. ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്ന അവിടെ ഭിത്തിയിൽ സ്റ്റെപ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് സ്റ്റെപ്സ് കാണാൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ സ്റ്റെപ്പിൻ്റെ തുടക്കം നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഷൂസൊക്കെ നല്ലതായിരിക്കണം. ഞങ്ങൾ പോയത് കുറച്ച് വെറ്റ് ക്ലൈമറ്റിലാണ്, അതുകൊണ്ട് കുറച്ച് സ്ലിപ്പറി ആയിരുന്നു. പിന്നെ ഈ സ്റ്റെപ്പുകൾ ചരിത്ര പ്രാധാന്യമുള്ളതുമാണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് ഈ ലൈറ്റ് ഹൗസ് സൂക്ഷിപ്പുകാർക്ക് താഴെയുള്ള വെള്ളത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തന ബോട്ടുകളിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു ഈ സ്റ്റെപ്പുകൾ. 151 സ്റ്റെപ്പുകളാണുള്ളത്. പാറക്കെട്ടുകൾക്കിടയിലൂടെ അങ്ങ് താഴെ കടൽ വരെയാണ് ഈ സ്റ്റെപ്പ് എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നല്ല കുത്തിറക്കമാണ്. ഉയരം പേടിയുള്ളവർ താഴോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഭയങ്കര നാരോ ആണ്. പിന്നെ ഒരുപാട് വർഷങ്ങൾ പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റേതായ കേടുപാടുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് താഴോട്ട് ഇറങ്ങുന്നത്. അപ്പം ഈ ഇറക്കവും അതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങൾ പേടിയുള്ളവരൊന്നും ഇറങ്ങാതിരിക്കുക. എന്നാൽ മുറുക്കെ പിടിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പണ്ടത്തെ ഹാൻഡ് റെയിലിങ്സ് ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ കയറാണ് സൈഡിൽ കൂടെ വലിച്ചു കെട്ടിയേക്കുന്നത്. അതും ഓരോ കമ്പിക്ക് എന്തുമാത്രം ഉറപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാണാനൊക്കെ നല്ലതാണ്, ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. എന്നിരുന്നാലും ഇവിടെ ഇറങ്ങുന്ന ഓരോരുത്തരും അവനവൻ സേഫ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ താഴേക്ക് ഇറങ്ങാവുള്ളൂ. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് പേടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്റ്റെപ്പൊക്കെ അതുപോലെ നാരോ ആണ്. ഈ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി പിടിച്ചിരിക്കുന്ന കയറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നല്ല രസമാണ്, എന്നിരുന്നാലും സൂക്ഷിക്കുക.
അങ്ങനെ തിരിച്ചു കയറി വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിന് കൗതുകം തോന്നിയ കുറേ കല്ലും മണ്ണും ഇലയും ഒക്കെ വാരിക്കൊണ്ട് വരികയുണ്ടായി. ടെറേറിയം ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് നട്ടു വെക്കാമെന്നോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഗ്ലോബ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് ആശയങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നി മറിയുന്നുണ്ടായിരുന്നു. എന്തായാലും അവളുടെ സന്തോഷമുള്ള മുഖത്തെ ആ ഒരു ചിരി ഇപ്പം കളയണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു തൽക്കാലം കയ്യിലിരിക്കട്ടെ എന്ന്. അങ്ങനെ സ്റ്റെപ്പൊക്കെ തിരിച്ച് കയറി വന്നപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്, ഞങ്ങൾ വളരെയധികം ലേറ്റായി പോയി. അതുകൊണ്ട് ലൈറ്റ് ഹൗസും ബാക്കിയുള്ള സ്ഥലങ്ങളും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ആറന്മുള ഐലൻഡ് വരിക, ഇവിടെയൊക്കെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.